ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു ഹൈ പ്രോട്ടീൻ പനീർ ബുർജിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പം ഏറെക്കുറെ 35 ഗ്രാമോളം പ്രോട്ടീൻ വരുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. സോ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പനീർ ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒനിയൻ, ഒലീവ് ഓയിൽ, ടൊമാറ്റോ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ ചില്ലി, കോറിയാൻഡർ ലീവ്സ്. പിന്നെ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം, ഉപ്പ്, പിന്നെ ഗരം മസാല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പനീർ ബുർജി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം പാനിലേക്ക് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂണ് ജീരകമാണ് ഇടാൻ പോകുന്നത്. ചെറിയ ജീരകം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാനോ കുറയ്ക്കാനൊക്കെ നിങ്ങളിഷ്ടം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ടും കൂടെ മിക്സാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒനിയൻ, ഞാനിവിടെ ഒരു ഒനിയനാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം തക്കാളി, അതേപോലെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസായിട്ട്, അതുകൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ ചില്ലി അതൊരു 3 പീസാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ ചില്ലി ഒരു 3 പീസ് എടുത്തിട്ടുള്ളത്, അതുകൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇന്നത്തെ ഈ റെസിപ്പിന് പ്രത്യേകത വെച്ചാൽ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോറ് ഇതിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങൾക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പനീർ ഒരു 150 ഗ്രാം എടുത്തിട്ടുള്ളത്, അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പനീർ അതിൻ്റെ കൂടെ നിങ്ങൾ ക്യാപ്സിക്കം, പിന്നെ നമ്മൾ മല്ലിച്ചപ്പ്, ഇത് രണ്ടും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒരു 1/2 പീസാണ്. മല്ലിച്ചപ്പ് അതേപോലെ ഒരു കൈ എടുത്തിട്ടുള്ളത്, ഒരു ഹാൻഡ്ഫുൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ നമ്മളെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇനിയും എന്തൊക്കെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ ആവശ്യമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ.